ഇത് അത്ഭുതങ്ങളുടെ രാത്രി. ഇത് ദൈവകൃപ പെയ്തിറങ്ങുന്ന രാത്രി. നൈറ്റ് വിജിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ കർത്താവിൻ്റെ വലിയ കാരുണ്യത്തിനു വേണ്ടി അവിടുന്ന് നമ്മെ സ്നേഹത്തോടെ വിളിച്ചിരിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3:25 ഇപ്രകാരം വചനം നമ്മോട് പറയുന്നു: തന്നെ തേടുന്നവർക്കും തന്നെ കാത്തിരിക്കുന്നവർക്കും കർത്താവ് നല്ലവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ കർത്താവിൻ്റെ കാരുണ്യം തേടി, അവിടുന്ന് നമ്മെ സ്പർശിക്കുന്ന അവിടുത്തെ വലിയ സൗഖ്യം തേടി ഈശോയുടെ സന്നിധിയിൽ നമ്മളായിരിക്കുന്നു. സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ രാത്രിയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപയും അനുഗ്രഹവും നമ്മുടെ മേലെ, നമ്മുടെ കുടുംബങ്ങളുടെ മേല് ഇന്ന് സമൃദ്ധമായിട്ട് വർഷിക്കട്ടെ. നമ്മൾ എവിടെ ഇരുന്നു കൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതെങ്കിലും, എന്താണ് നമ്മുടെ അവസ്ഥയെങ്കിലും, ഈ രാത്രിയിൽ കർത്താവ് നമ്മളെ സ്പർശിക്കും. ഒരു പുതിയ അഭിഷേകം കർത്താവ് നമുക്ക് നൽകും. വചനം നമ്മോട് പറയുന്നു, തന്നെ തേടുന്നവർക്കും തന്നെ കാത്തിരിക്കുന്നവർക്കും കർത്താവ് നല്ലവനാണ്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ്, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് ഇന്ന് നമ്മെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ലോകത്തിൻ്റെ അതിരുകൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കുറവുകൾ ഉണ്ടായിരിക്കും, ഒത്തിരി ബലഹീനതകൾ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ അയോഗ്യതകൾ ഏറെയുണ്ടാകും. എന്നാൽ കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവ് അവൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും, അവൻ നിങ്ങളെ സഹായിക്കും, അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തും. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പുതിയ ഒരു അഭിഷേകത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. അതാണ് ദൈവത്തിൻ്റെ വചനം വീണ്ടും വീണ്ടും നമ്മോട് പറയുന്നത്. തന്നെ തേടുന്നവർക്കും തന്നെ കാത്തിരിക്കുന്നവർക്കും കർത്താവ് നല്ലവനാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ പുതിയൊരു അഭിഷേകം ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുവാൻ, ലോകം മുഴുവനും നൽകുവാൻ, ഈ രാത്രിയിൽ തന്നെ തേടുന്നവർക്കായി തന്നെ കാത്തിരിക്കുന്നവർക്കായി പരിശുദ്ധാത്മാവ് പുതിയൊരു അഭിഷേകം നൽകുന്നു. തന്റെ വചനം കൊണ്ട് ഈ ലോകത്തെ മുഴുവനും നിറയ്ക്കുവാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കർത്താവിന് വലിയ തിടുക്കമാണ് ലോകം മുഴുവനും കർത്താവിന്റെ വചനം എത്തിക്കുവാൻ, എല്ലാ ജനതകളും യേശുവിനെ അറിയുവാൻ, എല്ലാവരും കർത്താവിന്റെ വചനം കേൾക്കുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു പുതിയ അഭിഷേകത്തിലേക്ക് കടന്നു വരണം. ഇന്ന് നമ്മുടെ ഭവനത്തിൽ അഭിഷേകത്തിന്റെ കുറവുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ അഭിഷേകത്തിന്റെ കുറവുണ്ടെങ്കിൽ, നമ്മുടെ സമർപ്പണ ജീവിതത്തിൽ അഭിഷേകത്തിന്റെ കുറവുണ്ടെങ്കിൽ, ഇതാ പരിശുദ്ധാത്മാവ് പുതിയൊരു അഭിഷേകം ഈ കാലഘട്ടത്തിൽ പുതിയൊരു അഭിഷേകം നൽകി നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് ഒരുങ്ങുന്നു. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. കർത്താവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഏതെല്ലാം കുറവുകളായിക്കൊള്ളട്ടെ, ഏതെല്ലാം രോഗങ്ങളായിക്കൊള്ളട്ടെ, കണ്ണുനീരായിക്കൊള്ളട്ടെ, ദൈവസന്നിധിയിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ദൈവസന്നിധിയിലേക്ക് ഈ രാത്രിയിൽ സമർപ്പിക്കുകയാണ്. നിന്റെ കണ്ണുനീരിനെ അഭിഷേകത്തിന്റെ കണ്ണുനീരാക്കുവാൻ കർത്താവിന് സാധിക്കും. നിന്റെ ജീവിതത്തിന്റെ ബലഹീനതകളെ ശക്തിയായി മാറ്റുവാനായിട്ട് കർത്താവിന് സാധിക്കും, പരിശുദ്ധാത്മാവിന് സാധിക്കും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മാത്രം ചോദിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി, പുതിയൊരു ശക്തിക്ക് വേണ്ടി ദാഹിക്കുക, പുതിയൊരു അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കുക. ഈ ഗാനത്തിന്റെ ഈരടികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ശക്തി നിന്റെ കുടുംബത്തില്, നിന്റെ ജീവിതത്തില്, നീ ഒരു രോഗക്കിടക്കയിലാണെങ്കിൽ ആ കിടക്കയിലേക്ക് വന്ന് നിറയും. നീ ഇപ്പോൾ ആശുപത്രിയിലാണെങ്കിൽ അവിടേക്ക് ഇപ്പോൾ വന്ന് നിറയും. നീ ഇപ്പോൾ ഏതൊരു പാപത്തിന്റെ അവസ്ഥയിലാണെങ്കിൽ അതിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും. ലോകം മുഴുവനും കർത്താവിന്റെ വലിയ വചനത്തിന്റെ ശക്തിയിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ജീവിതത്തെയും കർത്താവ് അഭിഷേകം ചെയ്യും, നിന്റെ ജീവിതത്തെയും കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കും. വെളിപാടിന്റെ പുസ്തകത്തിൽ പ്രകാരം വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉണരുക, നിന്നിൽ ആസന്ന മരണമായി കിടക്കുന്നതിനെ ഉണർത്തുക. അതെ, ഉണർവിന്റെ ഒരു രാത്രിയാണ് ഇന്ന്. ഇന്ന് കർത്താവ് നമ്മളെ ഉണർത്തുന്ന ഒരു രാത്രിയാണ്, പുതിയ അഭിഷേകം നൽകി ഉണർത്തുന്ന രാത്രി.
നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും പുതിയൊരു ഉണർവ് നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ പ്രാർത്ഥിക്കുക, പാടി പ്രാർത്ഥിക്കാം. നമുക്ക് ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് നൽകണമേ, അധികമായി ഞങ്ങൾക്ക് നൽകണമേ. ലോകം മുഴുവനും വചനമെത്തുവാൻ തക്ക രീതിയിലുള്ള വലിയ അഭിഷേകം ഈ നൈറ്റ് വിജിലിന്റെ രാത്രിയിൽ ഞങ്ങളിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് പാടാം. അഭിഷേകം നിറഞ്ഞിടാ, അധികമാമളവിൽ അഭിഷേകം പകരണമേ. സുഖം വെടിയാത്ത ജീവിതങ്ങളെ നേടിടുവാൻ കേൾക്കാത്ത മാനവരെ നേടിടുവാൻ ഇതുവരെയും ദൈവഹിതം അറിയാത്ത ജീവിതങ്ങളെ നേടിടുവാൻ
പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറയട്ടെ. അതേ, പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ സ്നേഹിക്കുവാനായിട്ട് പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നാം രുചിച്ചറിയുന്നത്. പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ച് വീണ്ടും നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിനായിട്ട് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തി ജീവിതങ്ങളെ ഈ രാത്രിയിൽ നമ്മൾ കൊടുക്കുകയാണ്, കുടുംബങ്ങളെ കൊടുക്കുകയാണ്, കൂട്ടായ്മകളെ സമർപ്പിക്കുകയാണ്. പുതിയ അഭിഷേകം നിറയട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കട്ടെ ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ. ഈ ആരാധനയിൽ പങ്കുചേരുമ്പോൾ, ഈ സ്തുതി കീർത്തനങ്ങളിൽ പങ്കുചേരുമ്പോൾ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനത്തിലൂടെ വീണ്ടും കർത്താവ് നമ്മോട് പറയുന്നു. വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വീണ്ടും വായിക്കുന്നുണ്ട്. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷം പോലെയാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, അതെനിക്ക് ശക്തി പകരുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. കർത്താവിൻ്റെ സ്നേഹം അസ്തമിക്കാത്തതാണ്. കർത്താവിൻ്റെ സ്നേഹം അതേ ആഴിയേക്കാൾ ആഴമുള്ളതാണ്. കർത്താവിൻ്റെ സ്നേഹം സൂര്യനേക്കാൾ തേജസ്സുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം കടന്നു വരട്ടെ. ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രകീർത്തിച്ച് വീണ്ടും നമ്മൾ അവിടുത്തെ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. 1 യോഹന്നാൻ 3:1 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെ ആണ് താനും. യോഹന്നാൻ 3:16 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തന്റെ ഏകജാതനെ, തന്റെ ചങ്കോട് ചേർന്നിരുന്ന പ്രിയപ്പെട്ട പുത്രനെ അവിടെ നിന്നും പറിച്ചെടുത്ത് ലോകത്തിലേക്ക് വിട്ടുതരുവാൻ, എനിക്കും നിനക്കും വേണ്ടി വിട്ടുതരുവാൻ മാത്രം ദൈവം നമ്മളെ സ്നേഹിച്ചു. പിതാവ് നമ്മളെ സ്നേഹിച്ചു. പിതാവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, പിതാവ് തന്റെ ഉള്ളം കരങ്ങളിൽ നമ്മളെ കാക്കുന്നുണ്ട്. അതെ, ആ സ്നേഹത്തെ നമ്മൾ വീണ്ടും ആരാധിക്കുകയാണ് ഈ രാത്രിയിൽ. ഈ രാത്രി നമ്മുടെ പിതാവിനെ കാണുന്ന രാത്രിയാണ്. ദൈവപിതാവിനെ കാണുന്ന രാത്രിയാണ്. ദൈവപിതാവ് സ്നേഹം അനുഭവിക്കുന്ന രാത്രിയാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ സ്നേഹം എത്രയോ വലുതാണ്. വീണ്ടും നമ്മൾ ആരാധിക്കുകയാണ്. ദൈവസ്നേഹത്തെ വർണ്ണിച്ചു പാടുകയാണ്. പ്രിയപ്പെട്ടവരെ, അനുഭവിച്ചുകൊണ്ട്, ഹൃദയത്തില് പിതാവിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട്, അത്യധികമായിട്ട് ഇത്രമാത്രം പാപം ചെയ്ത് അവിടുത്തെ വേദനിപ്പിച്ചിട്ടും തന്റെ ഏകജാതനെ നമുക്ക് വേണ്ടി നൽകുവാൻ തക്ക വിധം നമ്മെ സ്നേഹിച്ച പിതാവിന്റെ സ്നേഹം, കുഞ്ഞേ നമ്മെ ചേർത്ത് പിടിക്കുന്ന പിതാവിന്റെ സ്നേഹം, മാറോട് ചേർക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, ആ സ്നേഹം കണ്ടുകൊണ്ട് കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടു കൂടി നമ്മൾ ഈ രാത്രിയിൽ കർത്താവിനെ ആരാധിക്കുകയാണ്. സന്തോഷത്തോടെ അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടക്കാൻ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ,
ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഇരുവശങ്ങളിലും കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ ചേർന്ന് പാടാം. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധമാർക്കു ഗ്രഹിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമളന്നിടാൻ എത്ര ബഹുലമത്. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധമാർക്കു ഗ്രഹിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമളന്നിടാൻ എത്ര ബഹുലമത്. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിൻ എഴുതോ. പതിനായിരം തിങ്കളൊരംശം ചൊല്ലിയിടുവാൻ ആരില സാധ്യമോ. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിൻ എഴുതോ. പതിനായിരം തിങ്കളൊരംശം ചൊല്ലിയിടുവാൻ ആരില സാധ്യമോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. മോദമിഴും തിരുമാറിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏകജാതനമേശുവേ പാപികൾക്കായി തന്ന സ്നേഹമതിശയമേ. മോദമിഴും തിരുമാറിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏകജാതനമേശുവേ പാപികൾക്കായി തന്ന സ്നേഹമതിശയമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. വലിച്ചുകൊണ്ട് പാടാം. പരസ്പരം ശക്തിപ്പെടുത്തി. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ച് ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സ്നേഹത്തെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് നമുക്ക് അവിടുത്തേക്ക് ആരാധന അർപ്പിക്കാം. അവിടുത്തെ വാഴ്ത്തിപ്പാടാം. നമ്മൾ പാടിയതാണ് എന്തതിശയമേ ദൈവത്തിൻ്റെ സ്നേഹം
എത്ര മനോഹരം! ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സ്നേഹം, ഓരോ പ്രഭാതത്തിലും പുതിയതായ ദൈവത്തിൻ്റെ സ്നേഹം ഈ ദിവസം പുതുതായ രീതിയിൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ, കുടുംബത്തിലേക്ക് കടന്നു വരട്ടെ. ശാന്തമായി ഇരുന്നു കൊണ്ട് ജീവിതങ്ങളെ ദൈവസ്നേഹത്തിൻ്റെ മുൻപിലേക്ക്, ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളിലൂടെ ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കാരുണ്യവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. തുടർന്ന് ജപമാലയുടെ നിമിഷങ്ങളാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം നമുക്ക് സമർപ്പിക്കാം. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് നമ്മെ സഹായിക്കുന്നത് ഷാലോം ടെലിവിഷൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ശുശ്രൂഷ ചെയ്യുന്ന ജെയിൻ ദേവസ്യയാണ്. നമുക്ക് ജെയിനോട് ചേർന്ന് ജപമാല അർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ ഗാനം ആലപിച്ചുകൊണ്ട് ജപമാല ആരംഭിക്കാം.